തിരശ്ശീലയിൽ ഇന്ന് കോൺഗ്രസിന്റെ ഒരു കഥയാണ് എസ് കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നും വിവാദം കെട്ടടങ്ങാത്ത ഒരു സംഭവമുണ്ട്. 80% വോട്ട് നേടി AICC അധ്യക്ഷനായ സീതാറാം കേസരിയെ 6 മാസം തികയും മുമ്പ് പുറത്താക്കിയതാണ് ആ സംഭവം. സോണിയാഗാന്ധി ചുമതലയേൽക്കുകയും രാജിവെക്കുകയും വീണ്ടും ചുമതലയേൽക്കുകയും ചെയ്ത ആ സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരു ചരിത്രപരമായ നൊസ്റ്റാൾജിയ അല്ലേ? അതെ. 1996 പ്രധാനമന്ത്രി PV നരസിംഹറാവു രാജിവെച്ച ഈ അറിയിപ്പാണ് സീതാറാം കേസരിയെ കോൺഗ്രസിന്റെ നായകനാക്കിയത്. ദീർഘകാലം ട്രഷററായിരുന്ന സീതാറാം കേസരിക്കപ്പുറം ഒരു പേരും അന്ന് കോൺഗ്രസിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹറാവു സർക്കാരുകളിൽ കേന്ദ്രമന്ത്രി, സുദീർഘമായ അനുഭവ സമ്പത്തുമായി ചുമതലയിലേക്ക്. HD ദേവഗൌഡ സർക്കാരിന് പിന്തുണ പിൻവലിച്ചതും IK ഗുജറാൾ സർക്കാരിന് വഴിയൊരുക്കിയതും സീതാറാം. DMK പ്രശ്നത്തിൽ IK ഗുജറാളിന് വീഴിച്ചതും മറ്റാരുമല്ല. ഇതിനിടെ AICC തെരഞ്ഞെടുപ്പ്. 7460 വോട്ട് പോൾ ചെയ്ത AICC തെരഞ്ഞെടുപ്പിൽ സീതാറാം കേസരിക്ക് 6224 വോട്ട്, ശരത് പവാറിന് 888, രാജേഷ് പൈലറ്റിന് 354. വലിയ ഭൂരിപക്ഷത്തിലുള്ള ആ തെരഞ്ഞെടുപ്പ് സമയത്ത് 1997 ഓഗസ്റ്റ് 9 സോണിയാഗാന്ധി കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വമെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് സോണിയാഗാന്ധിയെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തു. സീതാറാം കേസരിയെ മുറിയിൽ പൂട്ടിയിട്ടായിരുന്നു തെരഞ്ഞെടുപ്പെന്ന് റിപ്പോർട്ടുകൾ വന്നു. വേദിയിൽ സോണിയാഗാന്ധിയുടെ തൊട്ടടുത്തിരുന്ന ശരത് പവാറാണ് പിന്നീട് ആദ്യം പ്രതിഷേധം പരസ്യമാക്കിയത്. ഇറ്റലിക്കാരിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി വേണ്ട എന്ന് പ്രഖ്യാപനം. അതോടെ സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. അടിയന്തരമായി പ്രവർത്തക സമിതി ചേർന്നു. പിന്നാലെ കടുത്ത നടപടി. 3 members of the Congress Working Committee, Sri Sharad Pawar, Sri P.A. Sangma, Sri Tariq Anwar have been expelled from the primary member of Indian National Congress. കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം തുടങ്ങി. സീതാറാം കേസരിയുടെ രാജ്യസഭാംഗത്വം കോൺഗ്രസ് പുതുക്കി നൽകിയില്ല. ഡൽഹിയിലെ വസതി ഒഴിയേണ്ട നില വന്നു. വാജ്പേയി സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ സീതാറാം കേസരിക്ക് ഡൽഹിയിലെ സർക്കാർ വസതിയിൽ താമസിക്കാൻ അനുമതി നൽകി. കോൺഗ്രസിന്റെ ആദ്യ പിന്നാക്ക വിഭാഗക്കാരനായ അധ്യക്ഷനാണ് അങ്ങനെ പടിയിറങ്ങിയത്. ഇലക്ഷൻ ഡെസ്ക് 24. വല്ലാത്തൊരു സംഭവമായി പേരില് സീതാറാം കേസരിയോടൊക്കെ കോൺഗ്രസ് നീതി കാണിച്ചോ എന്നുള്ള ചോദ്യം. ഏറ്റവും വലിയ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.